കായംകുളം നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി എം ലിജു മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ടഭ്യർത്ഥന നടത്തി. ലിജു തിങ്കളാഴ്ച വരണാധികാരിക്ക് മുമ്പാകെ രാവിലെ 11:40 നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. പ്രവർത്തകരോടൊപ്പം ഹരിപ്പാട് റവന്യൂ ടവറിൽ എത്തി കാർത്തികപ്പള്ളി തഹസിൽദാരുടെ കാര്യാലയത്തിൽ വരണാധികാരിക്ക് മുമ്പാകെയാണ് എം ലിജു പത്രിക സമർപ്പിക്കുന്നത്. കായംകുളം നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് എം ലിജു പ്രചരണം ഊർജിതമാക്കി. വോട്ടർമാരെ നേരിട്ട് കാണുന്നതിലാണ് ലിജു ആദ്യഘട്ടത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. വിവിധ സ്ഥലങ്ങളിൽ വോട്ടർമാരെ നേരിട്ട് കണ്ട് ലിജു വോട്ടഭ്യർത്ഥന നടത്തി. മണ്ഡലത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഇതിനായി പര്യടനം നടത്തി. UDF നേതാക്കളും ലിജുവിനൊപ്പം ഉണ്ടായിരുന്നു. കായംകുളം മണ്ഡലത്തിന്റെ വികസന മുരടിപ്പിന് മാറ്റമുണ്ടാകണമെന്ന് ലിജു പറഞ്ഞു. തിങ്കളാഴ്ച നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നുവെന്നും ലിജു പറഞ്ഞു. കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് കേരളത്തിലുള്ള ഒരു ഭരണത്തിലുള്ള ഒരു മാറ്റമുണ്ടാകണം എന്ന ഒരു താല്പര്യം കായംകുളത്തെ ജനങ്ങൾക്കുണ്ട്. 20 വർഷക്കാലമായി കായംകുളത്ത് ഉള്ളത് ഒരു CPM MLA ആണ്. CPM MLA-മാരാണ് കായംകുളത്തിൻ്റെ MLA-മാരായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷമാകട്ടെ CPM-ന് കേരളത്തിൽ ഭരണമുള്ളൊരു സമയം കൂടിയായിരുന്നു. പക്ഷെ എന്നിട്ടും കായംകുളത്തിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങളിൽ ഒരു പരിഹാരമുണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. CDN ന്യൂസ്, കായംകുളം.